വേൾഡിലെ തന്നെ 5 ഹെൽത്തിയസ്റ്റ് ഫ്രൂട്ടിൽ ഒന്നാണ് അവോക്കാഡോ. ഏറ്റവും ക്ലീനസ്റ്റും വിഷാംശം കുറഞ്ഞതുമായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് അവോക്കാഡോ എന്ന് പറയുന്നത്. ഇതിന് ഒട്ടേറെ ആരോഗ്യ ഗുണങ്ങളുണ്ട്. അവോക്കാഡോയുടെ ആരോഗ്യ ഗുണങ്ങൾ, ബട്ടർ ഫ്രൂട്ടിന്റെ ആരോഗ്യ ഗുണങ്ങളും ദിവസേന എത്രത്തോളം കഴിക്കാം, എങ്ങനെ കഴിക്കാം എന്നതിനെ കുറിച്ചൊക്കെയാണ് ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുവാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ ആഞ്ജലി. ഇന്നത്തെ ഹെൽത്ത് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മിക്ക ഫ്രൂട്ട്സ് കടയിലും ഈ ഒരു അവോക്കാഡോ നമ്മളിപ്പോൾ കാണാറുണ്ട്. ഇതിന്റെ ഗുണങ്ങളെക്കുറിച്ച് മിക്കവർക്കും ധാരണയില്ല. ഒട്ടേറെ വിറ്റമിൻസും മിനറൽസും അടങ്ങിയ ഒന്നാണ് ഈ അവോക്കാഡോ ഫ്രൂട്ട്. വിറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്, വിറ്റമിൻ ഇ, വിറ്റമിൻ B6, വിറ്റമിൻ കെ, റൈബോഫ്ലേവിൻ, നിയാസിൻ, അതുപോലെ തന്നെ ഫോളേറ്റ്, അൺസാച്ചുറേറ്റഡ് ഫാറ്റ് അടങ്ങിയിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള നല്ല ഫാറ്റിനെയാണ് അൺസാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫൈബർ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്, ഫോളേറ്റ് അടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒട്ടേറെ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ഈ ബട്ടർ ഫ്രൂട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവോക്കാഡോ എന്ന് പറയുന്നത്. വളരെ ഊർജ്ജ സമ്പുഷ്ടമായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ഈ ബട്ടർ ഫ്രൂട്ട് എന്ന് പറയുന്നത്. കലോറീസ് ഇതിൽ കുറച്ച് അധികമായിട്ട് അടങ്ങിയിട്ടുണ്ട്, പിന്നെ ഫാറ്റും അടങ്ങിയിട്ടുണ്ട്. ഫാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഗുഡ് ഫാറ്റ് ആണ് ഇതിൽ കൂടുതലായിട്ടും അടങ്ങിയിരിക്കുന്നത്. ഇതിന്റെ ആരോഗ്യ ഗുണങ്ങൾ എന്ന് പറയുന്നത് ഗുഡ് ഫാറ്റ് ധാരാളമായിട്ട് അടങ്ങിയത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഗുഡ് കൊളസ്ട്രോൾ ഇതിൽ നമുക്ക് ലഭിക്കുകയും നമ്മുടെ ശരീരത്തിൽ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും നമ്മൾ ഇതിൽ നിന്നും സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും വളരെയധികം നല്ലതാണ്. കാരണം ഇതിൽ പൊട്ടാഷ്യം ഒക്കെ അടങ്ങിയത് കൊണ്ട് തന്നെ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളെ കൺട്രോൾ ചെയ്യുവാനും പ്രിവെന്റ് ചെയ്യാനും ഒക്കെ ഇതുമൂലം സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ പേടി കൂടാതെ കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണ് ഈ അവോക്കാഡോ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് ഷുഗർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ ഇതിലൂടെ നമുക്ക് സാധിക്കുന്നതാണ്. ഇത് കൂടാതെ തന്നെ നമ്മുടെ അടിവയറ്റിലെ കൊഴുപ്പ് കുറയാനും നമുക്ക് ഈ ഒരു അവോക്കാഡോ ഫ്രൂട്ട് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. അടിവയറ്റിലെ കൊഴുപ്പ് നമുക്ക് കൂടുതലായിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളും ഡയബറ്റീസും ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. നമ്മുടെ ശരീരത്തിൽ അധികമായിട്ടുള്ള കാലറീസ് ബേൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അവോക്കാഡോയിൽ അടങ്ങിയിരിക്കുന്ന ഫാറ്റി ആസിഡ് നമ്മളെ സഹായിക്കുന്നുണ്ട്. വിറ്റമിൻ സി ഒക്കെ അടങ്ങിയത് കൊണ്ട് തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റ് ചെയ്യാനും വളരെയധികം നല്ലതാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളിലാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങൾ വരുന്ന കുട്ടികൾക്കാണെങ്കിലും നമ്മൾ സിട്രസ് ഫ്രൂട്ട്സ് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അവോക്കാഡോ ഫ്രൂട്ട് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ്. കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെന്റിനും ഒക്കെ വളരെയധികം നല്ലതാണ്. നമ്മുടെ ഓർമ്മശക്തി ഇംപ്രൂവ് ചെയ്യുവാനും ബ്രെയിനിന്റെ ഫങ്ഷൻസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യുവാനും ഇതുമൂലം നമുക്ക് സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇത് ദിവസേന കൊടുത്താലും വളരെയധികം നമുക്ക് ബെനിഫിറ്റ്സ് നമുക്ക് ലഭിക്കുന്നതാണ്. കുട്ടികൾക്ക് മാത്രമല്ല, പ്രഗ്നൻസി ടൈമിൽ നമ്മൾ അവോക്കാഡോ ഫ്രൂട്ട് കഴിക്കുന്നത് ഒട്ടേറെ ഗുണങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇത് ധാരാളമായിട്ട് ഫോളിക് ആസിഡ് അടങ്ങിയത് കൊണ്ട് തന്നെ കുട്ടികളിൽ ഉണ്ടാകുന്ന ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റിനെ കൺട്രോൾ ചെയ്യുവാനും അതുപോലെ തന്നെ പ്രഗ്നൻസി ടൈമിൽ അമ്മമാരിൽ ഉണ്ടാകുന്ന ബിപിയുടെ വേരിയേഷൻസ് ആയ പ്രീ എക്ലാംഷിയയുടെ കണ്ടീഷൻസിനെ കുറയ്ക്കുവാനും സാധിക്കുന്നുണ്ട്. ഇതിൽ അടങ്ങിയിരിക്കുന്ന പൊട്ടാഷ്യമാണ് ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നത്. അബോർഷൻ വരാതിരിക്കുവാനും ഈ ഒരു അവോക്കാഡോ ഫ്രൂട്ട് സ്ഥിരമായിട്ട് നമ്മൾ പ്രഗ്നൻസി ടൈമിൽ കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. പ്രഗ്നൻസി ടൈമിൽ ജസ്റ്റേഷൻ ഡയബറ്റീസ് പോലെ വരുന്നവർക്കും ഈ ഒരു അവോക്കാഡോ ഫ്രൂട്ട് കഴിക്കുന്നത് മൂലം നമുക്ക് ഷുഗർ ലെവൽ ബാലൻസ്ഡ് ആക്കി വെക്കുവാനും നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ നമ്മുടെ ചർമ്മത്തിന്റെ ആരോഗ്യത്തിന് വളരെയധികം ഗുണങ്ങൾ ഇത് നൽകുന്നുണ്ട്. ചർമ്മം നല്ല ഗ്ലോ ആയിട്ടിരിക്കുവാനും ചെറുപ്പമായിട്ടിരിക്കുവാനും ഇതിൽ അടങ്ങിയിരിക്കുന്ന വിറ്റമിൻസും മിനറൽസും ഒക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ ഇതിൽ അടങ്ങിയിരിക്കുന്ന പൊട്ടാഷ്യം നമ്മുടെ കാൽഷ്യത്തിന്റെ അബ്സോർപ്ഷൻസിനെ വളരെയധികം സഹായിക്കുകയും അത് നമ്മുടെ എല്ലിന്റെ ആരോഗ്യത്തിനൊക്കെ വളരെ ഗുണങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. അവോക്കാഡോയിൽ അടങ്ങിയിരിക്കുന്ന ഫൈറ്റോ കെമിക്കൽസും കെരാറ്റിനോയിഡ്സും ഒക്കെ നമ്മൾ ക്യാൻസർ രോഗത്തെയൊക്കെ പ്രിവെന്റ് ചെയ്യാനും നമ്മളെ സഹായിക്കുന്നുണ്ട്. കുടലിന്റെ ക്യാൻസറും ആമാശയവും അതുപോലെ തന്നെ പാൻക്രിയാറ്റിക് ക്യാൻസറും ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാനും ഈ ഒരു കെരാറ്റിനോയിഡ്സ് നമ്മളെ സഹായിക്കുന്നുണ്ട്. ദഹന സംബന്ധമായിട്ടുള്ള പല രോഗങ്ങളെ കുറയ്ക്കുവാനും ഈ ഒരു അവോക്കാഡോ സ്ഥിരമായിട്ട് കഴിക്കുന്നത് മൂലം നമുക്ക് സാധിക്കുന്നുണ്ട്. റിക്കറന്റ് ആയിട്ടുള്ള കോൺസ്റ്റിപ്പേഷൻ റെഡ്യൂസ് ചെയ്യാനും നമ്മളെ സഹായിക്കുന്നുണ്ട്. കാരണം ഇതിൽ ധാരാളം ഫൈബറും അടങ്ങിയിട്ടുണ്ട്. ഇതിൽ അടങ്ങിയിരിക്കുന്ന പൊട്ടാഷ്യം കണ്ണിന്റെ ആരോഗ്യത്തിനും വളരെയധികം ഗുണങ്ങൾ നൽകുന്നുണ്ട്. ഫീമെയിൽസിലൊക്കെ ആണെങ്കിൽ സ്ഥിരമായിട്ട് ഈ അവോക്കാഡോ ഫ്രൂട്ട് കഴിക്കുന്നത് മൂലം സെർവിക്കൽ ക്യാൻസർ പോലത്തെയുള്ള അസുഖങ്ങൾ കൺട്രോൾ ചെയ്യാനും സഹായിക്കുന്നുണ്ടെന്ന് പല പഠനങ്ങളിലും പറയുന്നുണ്ട്. സോ ഇത്രയേറെ ഗുണങ്ങളാണ് നമുക്ക് ഈ ഒരു അവോക്കാഡോ ഫ്രൂട്ട് നമ്മൾ കഴിക്കുന്നത് മൂലം നമുക്ക് ലഭിക്കുന്നത്. നല്ല ഊർജ്ജസമ്പുഷ്ടമായതും ഗുഡ് ഫാറ്റ് അടങ്ങിയതുമായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ഈ അവോക്കാഡോ. ആരോഗ്യകരമായ ഒരു ശരീരത്തിന് നമ്മൾ ദിവസേന ഒരു അവോക്കാഡോ കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. തൊലിയും അതുപോലെ തന്നെ കുരുവും കളഞ്ഞിട്ട് വേണം ഈ ഒരു ഫ്രൂട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്.
സോ ഇത് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ തന്നെ ജസ്റ്റ് ചെറിയ പീസാക്കിയിട്ട് നമുക്ക് കഴിക്കാം. ഇല്ലെങ്കിൽ ജസ്റ്റ് സ്പൂൺ വെച്ചിട്ടൊന്ന് ഒരു പേസ്റ്റ് പരുവത്തിലാക്കിയിട്ട് വേണമെങ്കിൽ കുറച്ച് ഹണിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡേറ്റ് സിറപ്പോ അല്ലെങ്കിൽ കുട്ടികൾക്കാണെങ്കിൽ കുറച്ചൊരു ടേസ്റ്റിന് വേണമെങ്കിൽ കുറച്ചൊരു പഞ്ചസാരയെക്കാളും നല്ലത് നമ്മൾ വല്ല ഡേറ്റ് സിറപ്പോ അല്ലെങ്കിൽ ഹണിയോ ഒക്കെ ആഡ് ചെയ്ത് കഴിക്കുന്നതായിരിക്കും. സോ അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കുട്ടികൾക്ക് കഴിക്കാനും വളരെയധികം അവർക്ക് ഇഷ്ടമായിരിക്കും. കുട്ടികൾക്ക് നമുക്ക് ഈ ബ്രെഡ് ടോസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനൊരു പേസ്റ്റ് രൂപത്തിലാക്കി കുറച്ച് ഹണിയൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർ നല്ല രീതിയിൽ കഴിക്കുകയും ചെയ്യും. നമുക്ക് നമ്മൾ ഈ ജാം അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു പീനട്ട് ബട്ടർ ഒക്കെ യൂസ് ചെയ്യുന്നതിനെക്കാളും കൂടുതൽ ഗുണങ്ങൾ ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. ഇത് കൂടാതെ തന്നെ നമുക്ക് സാലഡ്സിലൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. ജ്യൂസ് ആക്കിയിട്ട് നമുക്ക് കുടിക്കാം, ഷേക്ക് രൂപത്തിൽ നമുക്ക് കുടിക്കാവുന്നതാണ്, സ്മൂത്തീസ് ഒക്കെ ആക്കിയിട്ട് നമുക്ക് കുടിക്കാവുന്നതാണ്. അങ്ങനെ പല രീതിയിൽ നമുക്ക് ഈ അവോക്കാഡോ ഫ്രൂട്ട് നമുക്ക് കഴിക്കാം. ഇല്ലെങ്കിൽ തന്നെ ജസ്റ്റ് അങ്ങനെ തന്നെ കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും കഴിക്കാവുന്നതാണ്. സോ ഇത്രയേറെ ഗുണങ്ങളുള്ള അവോക്കാഡോ ഫ്രൂട്ട് ഇനി നെക്സ്റ്റ് ടൈം നമ്മൾ ഫ്രൂട്ട് ഷോപ്പിലൊക്കെ പോകുന്ന സമയത്ത് കാണുമ്പോൾ എല്ലാവരും മടി കൂടാതെ വാങ്ങിച്ച് ദിവസേന നമ്മൾ കഴിക്കാൻ ശ്രദ്ധിക്കുക. ദിവസേന ഒന്ന് തന്നെ കഴിക്കുന്നത് ധാരാളമാണ്. ഒന്നിൽ കൂടുതൽ കഴിക്കേണ്ട ആവശ്യമില്ല. ഈ അവോക്കാഡോ ഫ്രൂട്ടിനെ കുറിച്ചുള്ള ചെറിയ അറിവ് എല്ലാവർക്കും ലഭിച്ചു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു ഹെൽത്ത് ടിപ്പുമായിട്ട് വീണ്ടും കാണാം.